മലപ്പുറം പൊന്നാനിയിൽ മലമ്പനി രോഗം സ്ഥിരീകരിച്ചതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി പൊന്നാനി നഗരസഭ ആരോഗ്യ വകുപ്പ്. പൊന്നാനിയിലെ വാർഡ് 5-ലാണ് ആദ്യം മലമ്പനി കേസ് കണ്ടെത്തിയത്. തുടർന്ന് 1200 രക്തസാമ്പിളുകൾ ശേഖരിച്ചതിൽ 2 പേർക്ക് കൂടി മലമ്പനി രോഗം കണ്ടെത്തുകയായിരുന്നു. ഇതോടെ 3 പേർക്കാണ് ഭാഗത്ത് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. മലമ്പനി രോഗം സ്ഥിരീകരിച്ചതോടെ പൊന്നാനി, ഇഴുവത്തുരുത്തി, തവനൂർ ബ്ലോക്കിലെ ആരോഗ്യ പ്രവർത്തകർ, വെക്ടർ കൺട്രോൾ യൂണിറ്റ്, ആശാപ്രവർത്തകർ തുടങ്ങിയവരെ സംഘമാക്കിയാണ് പ്രദേശത്ത് ഗൃഹസന്ദർശന സർവേ നടത്തിയത്. 4 പേരടങ്ങുന്ന 10 ടീമുകൾ വീടുകൾ സന്ദർശിക്കുകയും 1200 രക്തസാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് 2 പേർക്ക് കൂടി രോഗം കണ്ടെത്തിയത്. 17, 21, 54 വയസ്സുള്ള 3 സ്ത്രീകളാണ് ഇവർ. രാത്രികാലങ്ങളിൽ കൊതുകുവല ഉപയോഗിക്കുന്നതിനും ജനങ്ങൾ വീടുകൾ കൊതുക് നശീകരണ സാമഗ്രികൾ ഉപയോഗിക്കുവാനും ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. പൊന്നാനി നഗരസഭയിലെ കുറ്റിക്കാട് പ്രദേശത്ത് 3 ദിവസങ്ങൾക്ക് മുൻപ് മലേറിയ അഥവാ മലമ്പനിയുടെ ഒരു സാന്നിധ്യമുള്ളതായിട്ട് ടെസ്റ്റുകളിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ജില്ലാ തലത്തിലുള്ള ഹെൽത്ത് വിങ്ങിൻ്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ JHIമാരും JPHന്മാരും മറ്റ് ആശാ വർക്കർമാരും ഉൾപ്പെടുന്ന 100ഓളം വരുന്ന പ്രവർത്തകർ 5-ാം വാർഡിലും അതുപോലെ തന്നെ 4-ാം വാർഡിലും തൊട്ടടുത്ത 6-ാം വാർഡിലും 7-ാം വാർഡിലും ഒക്കെ ആയിട്ട് ഇന്ന് അതിതീവ്ര പരിശോധനയാണ് നടത്തുന്നത്. നഗരസഭ 4, 5, 6, 7 എന്നീ വാർഡുകൾ കേന്ദ്രീകരിച്ച് കൊതുകുകളുടെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ എന്നിവ അടിയന്തരമായി നടത്തണമെന്നാണ് അധികൃതരുടെ തീരുമാനം. 1 മാസത്തിനിടയിൽ പനി ബാധിച്ചവർ സർക്കാർ ആശുപത്രിയിൽ രക്തപരിശോധന നടത്തുവാനും ആരോഗ്യവകുപ്പ് നടത്തുന്ന ഗൃഹസന്ദർശന രക്തപരിശോധനയിൽ പങ്കാളികളാവണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. പ്രവർത്തനങ്ങൾക്ക് പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം, ഷീന സുരേന്ദ്രൻ, കവിത ബാലു, ഡോക്ടർ C. ഷുബിൻ എന്നിവർ നേതൃത്വം നൽകി. മലബാർ ടൈംസ്, പൊന്നാനി.